അർജുൻ ഇപ്പോൾ DFO നമ്മോടൊപ്പം മിനിസ്റ്റർ ഫോൺ ഇപ്പോൾ DFOക്ക് കൈമാറിയിരിക്കുകയാണ്. സർ കേൾക്കാമല്ലോ? ഞാനൊന്ന് പറയാം. ഈ അട്ടമല പാടിയിലുള്ളവരെ നമ്മൾ തന്നെയാണ് സുരക്ഷിതമായിട്ട് ഏറാട്ടുകൊണ്ട് കോളേജിൽ നിന്ന് ഏറാട്ടുകൊണ്ട് പണിയ കോളേജിൽ നിന്ന് എത്തിച്ചത്. നമ്മുടെ അറേഞ്ച് അപ്പൊ അതില് അവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാം തന്നെ നമ്മൾ തന്നെയാണ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇല്ല എന്ന് പറയുന്നു, ഇപ്പൊ കിട്ടുന്നില്ല എന്ന് പറയുന്നു. അല്ലാതെ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു റേഞ്ച് ഓഫീസറെയും ഒരു സംഘത്തെയും അതിനുവേണ്ടി നിയോഗിച്ചിട്ടുണ്ട്. സാർ ഒന്നുകൂടി ഒന്ന് പരിശോധിക്കണം. അല്ലല്ല, ഈ നിയോഗിക്കുന്നവർ കൃത്യമായി എത്തിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഈ ആദിവാസി മേഖലയിലേക്ക് സ്ഥിരമായ ഒരു അനാസ്ഥയുണ്ടല്ലോ. ഞങ്ങളെ പ്രതിനിധി അവിടെയുണ്ട്, നേർക്കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാർ താങ്കൾ അതൊന്ന് പരിശോധിക്കണം. പരിശോധിച്ച് വേണ്ടത് ചെയ്യാം. തീർച്ചയായും അവിടേക്ക് ഉദ്യോഗസ്ഥർ ഇപ്പോൾ നിലവിലില്ല എന്നുള്ളതാണ്. ഭക്ഷണമില്ല എന്ന് എന്തായാലും ഇവർ കളവ് പറയില്ലല്ലോ. 28 പേർ അവിടെ ഒറ്റപ്പെട്ടു നിൽക്കുന്നു. സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണ് ഈ ദുരന്തം സാധ്യതയുള്ള ഏറാട്ടുകുണ്ടിൽ നിന്നും ഇവരെ മാറ്റിപ്പാർപ്പിച്ചത്. ചോലനായ്ക്കർ പണിയർ വിഭാഗം എന്ന നേരത്തെ മന്ത്രി AK ശശീന്ദ്രൻ പറയുന്നു, ആ വിഭാഗത്തെ അവിടെ നിന്നും മാറ്റിയത് ആദ്യം അവർ മാറാൻ തയ്യാറായില്ല. സ്വാഭാവികമായി അവരുടെ ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്ന് മാറാൻ ബുദ്ധിമുട്ട് പ്രകടിപ്പിക്കുന്നവരാണ്. പക്ഷേ ദുരന്തം മുന്നിൽ കണ്ട് അവർ തയ്യാറായി. അങ്ങനെ തയ്യാറായപ്പോൾ അവരെ കൊണ്ടുവന്നിരിക്കുന്നത് അട്ടമലയ്ക്ക് സമീപത്തുള്ള ഈ മുസ്ലിം പള്ളിയോട് ചേർന്നുള്ള ഒരു സ്ഥലത്താണ്. അവിടെ ഒരു പാടിയിലാണ് ഇവരെ താമസിപ്പിച്ചിരിക്കുന്നത്. അവർക്ക് ആദ്യ ദിവസങ്ങളിൽ എത്തിച്ചിരുന്നു എന്ന് അവർ തന്നെ പറയുന്നുണ്ട്, അരിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർക്ക് ഭക്ഷണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ DFO പറയുന്നതനുസരിച്ച് അവിടെ ഒരു ഉദ്യോഗസ്ഥന് ചുമതല നൽകിയിട്ട് ആ ഉദ്യോഗസ്ഥനെ അവിടെ ചുമതല നൽകിയവർ അവിടേക്ക് എത്തുന്നില്ല. ഇപ്പോൾ സഹായം എത്തുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും വനം മന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് നമ്മൾ ഈ വിഷയം ഉന്നയിച്ചിരിക്കുന്നു. മന്ത്രി അത് ഗൗരവത്തിലെടുക്കും. നിമിഷങ്ങൾക്കകം തന്നെ ഉദ്യോഗസ്ഥൻ അവിടെ എത്തുമെന്നാണ് നമ്മൾ കരുതുന്നത്.